ഈ നമുക്ക് ഓണസദ്യയൊക്കെ തന്നപ്പോൾ അവർ പറഞ്ഞത് ഈ ചെലവ് കാശ് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ സർവാത്മന സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് പൈസയെ വേണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് മനസ്സ് നിറഞ്ഞു, അവർ സന്തോഷമായിട്ട് പോവുക. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ആവശ്യം. ഹോട്ടലുകളെല്ലാം സൗജന്യമായി പ്രവർത്തിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ FFC കോർഡിനേറ്റേഴ്സ് ശൈലജയും വേലായുധനും അവരുണ്ടല്ലോ അല്ലേ താഴെ. അതേപോലെ ഒരു 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 ഇപ്പോൾ ഒരു വീട് വാടകയില്ലാതെ താമസിക്കാൻ തരാൻ ഒരാൾ തയ്യാറായി വന്നിട്ടുണ്ട്. അത് വരൂ 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 ഇദ്ദേഹമാണത്. താങ്കളുടെ വീട് എവിടെയാ? ഞാൻ കൂളിവേൽ അവിടെ വീട് കിടപ്പുണ്ടോ? നിലവിൽ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ വക വീടാകുന്നത് വരെ ഒരു വാടകയും കൊടുക്കേണ്ട ഒരു കുടുംബത്തിന് അവിടെ താമസിക്കാം. എത്ര പേർക്ക് താമസിക്കാം അവിടെ? 4-5 പേർക്ക് താമസിക്കാൻ പറ്റും. 5 പേർക്ക് താമസിക്കാൻ വാടകയില്ലാതെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിന് സമീപിക്കുക ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സുർജിത്ത് അയ്യപ്പത്ത്, അദ്ദേഹമാണ് നമ്മുടെ കോൺടാക്ട് പേഴ്സൺ. അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാം. അതുപോലെ നമ്മളോട് ഒരുപാട് ആവശ്യങ്ങൾ പലരും പറഞ്ഞു. എനിക്ക് ഓർമ്മ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഞങ്ങളുടെ വയനാട്ടിലെ 24ന്റെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്താണ്. നിങ്ങളുടെ അപേക്ഷകളോ അന്വേഷണങ്ങളോ നിങ്ങളുടെ പ്രതികരണങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്ത് വേണമെങ്കിലും സുർജിത്തിനെ അറിയിക്കാം. സുർജിത്ത് നമ്മോട് പറയും. നടപടികൾ എടുക്കേണ്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും. അതുപോലെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇടപെടലുണ്ടാകും. അപ്പോൾ നിങ്ങൾ സുർജിത്ത് അയ്യപ്പത്തിനെ ബന്ധപ്പെടണം തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ PP ജെയിംസിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്താനുണ്ട്. പറയൂ PP ജെയിംസ്. ഈ പരിപാടി 24 ഫ്ലവേഴ്സിൻ്റെയും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടിലെ കൊമ്പിടിഞ്ഞാമാക്കലാണ് എൻ്റെ ദേശം. മാളയിലെ എൻ്റെ തറവാട്ടിൽപ്പെട്ട പുന്നേലിപ്പറമ്പിൽ വീട്ടിലെ ഒരു പ്രേക്ഷകൻ 1 ലക്ഷം രൂപ ഈ ഫണ്ടിലേക്ക് തന്നിരിക്കുന്നു. SKനെ തീരുമാനിക്കാം എന്ത് ചെയ്യണം. SKനെ ഏൽപ്പിച്ചിരിക്കുകയാണ് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്കായിട്ട് തരും കേട്ടോ. എന്നെ ഏൽപ്പിക്കുന്ന പൈസയൊക്കെ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത് നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എത്തും. കള്ളമില്ല, കപടമില്ല, എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് സത്യസന്ധമായി നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ആഷ്മി നമ്മുടെ ഫ്ലവേഴ്സ് ഫാൻ ക്ലബിന്റെ കോർഡിനേഷൻ നടത്തിയ ശൈലജ വേലായുധൻ വരൂ. നിങ്ങൾ അവരുടെ ആദരവിന്റെ ഒരു മൊമെന്റോ കൊടുക്കുന്നു. രണ്ടുപേരും ഒരു ക്ലാപ്പ് കൊടുക്കൂ. ക്ലാപ്പ്. ഒരാളൂടെ വിളിക്കുന്നു ഇതിലേക്ക്. മുഹമ്മദ് അഫ്നാൻ 8 വയസ്സുകാരനാണ്. ഒരു സൈക്കിൾ മിടുക്കിന് നൽകുകയാണ്. വീടെല്ലാം പോയതാണ് ഈ ദുരന്തത്തിൽ. സൈക്കിള് പോയോ? ഇപ്പൊ സൈക്കിൾ ഇല്ലേ? അപ്പോ സൈക്കിൾ എവിടെ കൊണ്ട് കളഞ്ഞു? ഉരുളിപ്പോയതാണ്. എവിടെ താമസിക്കുന്നത്? അപ്പൊ ഇവന് നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നേരത്തെ വേറൊരാൾ ഇതുപോലെ എന്നോട് സ്കൂട്ടിയുടെ കാര്യം പറഞ്ഞു. അത് നമ്മൾ നോക്കുമെന്ന് പറഞ്ഞു. നിനക്കൊരു സൈക്കിൾ ഞാൻ വാങ്ങിച്ചു തരും. അത് നന്നായിട്ട് നോക്കുമോ സൈക്കിളിനെ? ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. ചോക്ലേറ്റ് പോരെ? ബൈക്കും പോയി. ബാഗ്. ഇപ്പൊ 2 ബാഗ് തരും. ചോക്ലേറ്റ് 2 പേർക്കും വാങ്ങിച്ചു തരും. സൈക്കിളും വാങ്ങിച്ചു തരും. കേട്ടോ മക്കളെ? മിടിക്കായിട്ട് പോക്കോ. ഓക്കെ, പേടിക്കണ്ട, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഓഫ് റോഡ് ഡ്രൈവർ തൃശൂർ സ്വദേശി അജീഷ്. ഡീസൽ അവിടെ പെർമിറ്റ് ഉണ്ടായിരുന്നു. അജീഷുണ്ട്. ഒരു പറഞ്ഞോട്ടെ, മോർണിംഗ് ഷോയ്ക്ക് അവരെ യൂട്യൂബില് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. റാബിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ SK ഒന്ന് പറഞ്ഞാൽ മതി അത് നമ്മൾ കൊടുക്കാന്നുള്ളത്. അല്ലേ? ഓക്കെ, ക്ലാപ്പ് കൊടുക്കാം. കാരണം ഇദ്ദേഹമായിരുന്നു ഡീസൽ എത്തിക്കൽ, പെട്രോൾ എത്തിക്കൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനവും ആ ദുരന്ത സമയത്ത് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പൊ റാബിയുടെ ഫോൺ നഷ്ടമായി. അപ്പൊ നമ്മള് മോർണിംഗ് ഷോയില് റിപ്പോർട്ടറോട് പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞു. അപ്പൊ വരൂ. ആരാ ഫോണിന്റെ കാര്യം? റാബിയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ? റാബിയുടെ ഹസ്ബൻഡ് ഉണ്ടോ ഇവിടെ? റാബിയുടെ ഹസ്ബൻഡ് SK ഒന്ന് പറഞ്ഞാൽ മതി മൈക്കൂടെ. അത് നമ്മൾക്ക് ഒരു ഉറപ്പാണല്ലോ. അത് ഇവിടെ ഉണ്ടായിരുന്നു. റാബിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ റാബിയുടെ ഹസ്ബൻഡേ വിളി കേൾക്കുന്നില്ലല്ലോ. റാബിയുടെ ഹസ്ബൻഡിന് ഫോൺ നമ്മൾ എത്തിച്ചു തരും. അത് നമ്മുടെ വാക്ക്, 24ന്റെ വാക്കാണ്, നമ്മൾ തെറ്റിക്കത്തില്ല. അപ്പോൾ ഇനി എല്ലാ അവതാരകരും നമ്മുടെ വേദിയിലേക്ക് വരുന്നു. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ വീടില്ലാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. സർക്കാരിൻ്റെ 2 ടൗൺഷിപ്പുകളാണ് വരുന്നത്. അതിൽ വീട് നഷ്ടപ്പെട്ട മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, അതേപോലെ പുഞ്ചിരിമട്ടം, ഈ പറയുന്ന പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും വീട് കൊടുക്കും. ഒരേ ടൗൺഷിപ്പിൽ ഒന്നിച്ച് താമസിക്കാനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുമെന്ന്
സംസ്ഥാനത്തെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വീട് ലഭിക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഈ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിലെ ആളുകൾക്ക് വീട് കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധി ഈ സുർജിത്ത് അയ്യപ്പത്ത്, സുർജിത്ത് ഇങ്ങോട്ട് വരും, എല്ലാത്തിനും ഉത്തരവാദി ഈ മനുഷ്യനാണ് സുർജിത്ത് അയ്യപ്പത്ത്. ഇദ്ദേഹത്തിനെയാണ് നമ്മൾ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ വന്നാൽ അവിടുന്ന് പറത്തിയേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യവും സുർജിത്ത് അയ്യപ്പത്തിനെ ഏൽപ്പിക്കുക. യഥാവിധം സുർജിത്ത് അത് ചെയ്യും. നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടപെടും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ലോകമെമ്പാടുമുള്ള മലയാളികളെ സംഘടിപ്പിച്ച് നമ്മൾ ചെയ്യും. 24 കണക്റ്റിൻ്റെ വാക്കാണത്. സുർജിത്ത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. തീർച്ചയായും നമുക്ക് ആവുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, വാർത്താ ഇടപെടലുകൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നശിച്ചത് എനിക്ക് പ്രിയപ്പെട്ട ഒരു നാടാണ്. ആ നാടിനെ വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമത്തിലും ആ മനുഷ്യർക്കൊപ്പം ഞാൻ തുടരും, ഞാൻ ഉണ്ടാവും. എന്നെ ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ പലർക്കും നൽകിയിട്ടുണ്ട്. വാർത്താ ലോകത്ത് ഞാൻ തുടരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, നിങ്ങളുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ 24-ൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. ആ ഇടപെടൽ ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. താങ്ക് യു സുർജിത്ത്. അപ്പോൾ ഇത് തത്സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ നമ്പർ അനൗൺസ് ചെയ്തതിന് ലോകത്തെ എല്ലാവരും കൂടെ ആൾക്കാരെ വിളിച്ച് നശിപ്പിച്ച് കളയും. അപ്പോൾ എന്തായാലും സുർജിത്ത് അയ്യപ്പത്തിൻ്റെ ഒരു മൊബൈൽ നമ്പർ, ഇതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു നമ്പർ സുർജിത്ത് അയ്യപ്പത്ത് തന്നെ ഇവിടെ പ്രസിദ്ധപ്പെടുത്തും, ഈ വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നമുക്കിനി പരിപാടിയുടെ അവസാനം എത്തിക്കാൻ നമ്മുടെ അവതാരകരെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ടെലിവിഷനിലൂടെ, നമ്മുടെ 24-ലൂടെ, സ്ക്രീനിലൂടെ നിങ്ങൾ എപ്പോഴും കാണുന്ന ഈ അവതാരകരാണ് നമ്മുടെ 24-ൻ്റെ ആർമി. അതുപോലെ നമുക്ക് പരശതം റിപ്പോർട്ടേഴ്സും ഉണ്ട്. അവരെല്ലാവരോട് ചേർന്നതാണ് ആർമി. അതുപോലെ ഫ്ലവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിൻ്റെ ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി. മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും സി ഉണ്ണികൃഷ്ണനെ പോലെ കുറച്ചധികം ആളുകൾ ഇവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതൊക്കെ അവരുടെ ധാർമ്മിക ജോലിയും ബാധ്യതയുമാണ്. അവർക്ക് എല്ലാവർക്കും ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ നന്ദി പറയുന്നു. ഈ പരിപാടി തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വിഷമവും വരരുത്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വയനാട് ചുരം കയറിയത്. ചുരം ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വിങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടലുകൾ ഒരുപാടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ വേദനകളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലായി. ആഷ്മി താജ് ഇബ്രാഹിമും വിജയകുമാറും KR ഗോപികൃഷ്ണനും ദീപക് തർമടും ഒക്കെ തന്നെ ഇവിടെ നിങ്ങൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഈ മനസാക്ഷി നുറുങ്ങിപ്പോകുന്ന സംഭവങ്ങളാണ് ഈ പ്രദേശത്തുണ്ടായത് എന്ന് എന്നോട് പറയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകും. ആരും വിഷമിക്കരുത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് ഈ വയനാടിനെ തിരിച്ചു പിടിച്ചേ പറ്റൂ. ഇവിടെ ടൂറിസം വളരണം, വിനോദസഞ്ചാരികൾ വരണം. ഇവിടെ 3 ഗ്രാമങ്ങളിൽ മാത്രം ഉണ്ടായ ഒരു ദുരന്തം വയനാടിനെ ആകെ വിഴുങ്ങി എന്ന രീതിയിലുള്ള പ്രചാരണ വേലയ്ക്ക് ഇനി അടിസ്ഥാനമില്ല. നമ്മൾ സന്തോഷത്തിലേക്ക് മടങ്ങണം. നമുക്ക് ജീവിച്ചേ പറ്റൂ. ഈ പ്രതിസന്ധിയും നമ്മൾ കടന്നു പോകും.